ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം വലുപ്പമുണ്ട്, അതിൻ്റെ വില നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാം കേട്ടോ. ചിലരൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ മാറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച മാറ്റ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ ഞാൻ കാണിക്കാം. അത്യാവശ്യം നല്ല മാറ്റാണ് കേട്ടോ. പക്ഷേ ഞാനിത് അവരുടെ ആ ഒരു ഇതിൽ പോയിട്ട് കണ്ടു നോക്കുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടി ഉണ്ടെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ കട്ടി കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ നിലത്ത് ഇട്ടപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്തിട്ടൊന്നുമില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നീളമുണ്ട്. നമ്മുടെ ഉമ്മറത്തേക്ക് ഇടുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെയൊക്കെ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടിഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വെഴുതി പോകുന്നില്ല, കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് സോപ്പ് പൊടിയിലോട്ട് ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. കല്ലിലൊക്കെ വെച്ചിട്ട് ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലുള്ളതൊക്കെ നമ്മൾ കല്ലിലിട്ട് തല്ലേ ഉരക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് പൊട്ടി പോകട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഈ വെളുത്ത ഇതങ്ങ് പൊട്ടിപ്പോവും. ഇത് വെഴുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ എടുക്കുന്നത്. പിന്നെ നമുക്ക് മറ്റേ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഇടാം, നല്ലതാണ്. മറ്റുള്ള കാണാനും വൃത്തിയാണ് കേട്ടോ. കാണാനും നല്ല വൃത്തിക്ക് തന്നെയാണ്. ഇതിൽ പല കളറുകളും ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു കോഫി ബ്രൗൺ ആ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേറെ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, നീല, ഈ ഒരു നീല നിറത്തിലുള്ളത് നമ്മുടെ ഇവിടെ ഒരു മുത്തശ്ശൻ വരാറുണ്ട് കേട്ടോ. മുത്തശ്ശന് ഇടയ്ക്കൊക്കെ അവരെവിടെ നിന്നാന്ന് ചോദിച്ചാൽ അവർ ആലപ്പുഴയിൽ നിന്നാണെന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരെ അവർ ഓട്ടോയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2 തവണ വന്നപ്പോൾ വാങ്ങിച്ചാണ്. ഒരു തവണ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിലയും ഇതിൻ്റെ വിലയെല്ലാം ഞാൻ പറയട്ടെ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ നീളം ഇതുണ്ട് കേട്ടോ, നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചത്. പിന്നെ വീതി കണ്ടില്ലേ, വീതിയുണ്ട്. അതിനേക്കാളും നല്ലപോലെ വീതിയുണ്ട്, നീളമുണ്ട്. അത്യാവശ്യം നമുക്ക് ഉമ്മറത്തിടാൻ നല്ല പാകമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഫി ബ്രൗൺ ഇതിൻ്റെ വില വരുന്നത് 272 രൂപയാണ് കേട്ടോ. 272 രൂപയാണ് അതിന് വില വരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഇവിടെ ഷോപ്പുകളിലും അത്യാവശ്യം വിലക്ക് തന്നെയാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നീല കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഈ നീല, അതിൻ്റെ വില വരുന്നത് 180 രൂപയാണ് കേട്ടോ. 2 അവർ എത്രയോ വില പറഞ്ഞു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം 180 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർ ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു തവണ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല, വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ നല്ല പ്രായമായാലും മുത്തശ്ശനാണ്. അപ്പോൾ അവരിവിടെ ഇങ്ങനെ ഓട്ടോയിൽ വന്നിട്ട് വീടിൻ്റെ ഗേറ്റിന് അവിടെ വണ്ടി നിർത്തും. വീട്ടുകാരോട് വന്നിട്ട് അതിൽ വേറെ ഒരു ചേട്ടനും കൂടി ഉണ്ട് ഡ്രൈവറായിട്ട്. അപ്പോൾ അവരിങ്ങനെ വേണമെന്ന് ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് നോക്കിയിട്ട് എടുക്കാം. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് അതിൽ കേട്ടോ. പിന്നെ പഴയ ആ ഒരു ചകിരി ചവിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത്. ഈ റെഡ് കളർ കണ്ടില്ലേ, അത് കുറച്ചായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ കുറച്ചൊക്കെ ചപ്പി പോയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടും ഏകദേശം ഒരേ വലിപ്പമാണ് വരുന്നത് കേട്ടോ. നമ്മളെ ഈ ഒരു നീല കളറുള്ളതിൽ കുറച്ചുകൂടെ നൂല് കൂടുതലുണ്ട്, കുറച്ചുകൂടെ ഒരു കൂടുതലുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ചവിട്ടാനും നല്ല സുഖമാണ് കേട്ടോ, കുഴപ്പമില്ല. ഞാനിതിൻ്റെ ബാക്ക് വശം കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഈ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ട് വാങ്ങിച്ച് കാണിക്കാം. ഇതിൻ്റെത് ഇതുപോലെയാണ്, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, വെഴുതി പോവാത്ത തന്നെയാണ്. ഇനി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് വശം കുറച്ചുകൂടി കട്ടിയില്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു റെഡ് കളർ ഇതിലൂടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ചെറിയൊരു സ്പോഞ്ചാണ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അലക്കിയപ്പോൾ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, കണ്ടില്ലേ. ചില ഭാഗത്ത് ആ സ്പോഞ്ച് പോയിട്ട് റെഡ് കളർ കാണാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇത് മൂന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ റെഡ് കളറിൻ്റെ വില വരുന്നത് നമുക്കിവിടെ ഷോപ്പിൽ നിന്ന് ഇതിൻ്റെ ബാക്ക് വശത്ത് ഉണ്ടായിരുന്നു, നോക്കട്ടെ കേട്ടോ, ഞാൻ മറന്നുപോയി. ബാക്ക് വശത്ത് ഏതോ ഒരു 175 രൂപയാണ് കേട്ടോ. കണ്ടോ, 175 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ചെറിയ മാറ്റ് 175 രൂപയാണ്. അതിനേക്കാളും അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് നമുക്ക് കിട്ടും. 272 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിക്കുന്നത് ലാഭം തന്നെയാണ്. കുറച്ചുകൂടെ വലിപ്പവും വീതിയും ഒക്കെ ഉള്ളത് നമുക്ക് കിട്ടുമ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ എല്ലാം എത്രത്തോളം നിലനിൽക്കുന്നു നമുക്കറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് നല്ലോണം ദിവസം മക്കളും എല്ലാവരും വന്ന് ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചൊക്കെ
കാലൊരതുന്ന ആ ഒരു ടൈപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകുമായിരിക്കും. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇടുമ്പോൾ കൂടുതലും നമ്മൾ അടുക്കള ഭാഗത്തേക്കാണല്ലോ ഇറങ്ങാറ്. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതിൽ പല കളറുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നോക്കി എടുക്കാം കേട്ടോ. നല്ലതാണ്, എനിക്കിത് കുറച്ച് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് രണ്ടെണ്ണം കുഴപ്പമില്ല കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കാം. ഇത് അലക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോപ്പ് പൊടിയിൽ കുറച്ച് നേരത്തെ ഇട്ട് വെക്കുക. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ കല്ലിൽ വെച്ച് ഉരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് കേടുവന്ന് പോകും. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ നല്ലപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാലം അത് കേടുവരാതെ ഉപയോഗിക്കാം. എന്നിട്ട് പിന്നെ നല്ലപോലെ കൈ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കുക. 2-3 തവണ നല്ല വെള്ളം എടുത്തിട്ട് അതിലെങ്ങനെ വാഷ് ചെയ്ത് ഒലുമ്പിയെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ വൃത്തിക്ക് തന്നെ കിട്ടും. നമുക്ക് കല്ലിൽ ഉരച്ചാലേ വൃത്തിയാകുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉരച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാനിത് നമ്മുടെ ഉമ്മറത്തിട്ടിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ആ ഒരു കട്ടിലയുടെ വലിപ്പം വരുന്നുണ്ട്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പോൾ നല്ലപോലെ പുറത്തു നിന്നും അകത്തോട്ട് ആരെങ്കിലും കയറി വരുമ്പോൾ നല്ലപോലെ കാലൊക്കെ വൃത്തിയാക്കിയിട്ട് തുടച്ച് കയറി വരാം. പിന്നെ നമ്മുടെ സോഫ ഒക്കെ ഇട്ടിട്ടുള്ള സെറ്റിയൊക്കെ ഇട്ടിട്ടുള്ള റൂമാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചാണിത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തിരഞ്ഞെടുത്തിട്ടോ. നമ്മുടെ സോഫ വരുന്നൊരു ബ്ലാക്ക് കളറായിട്ടാണ്, ഒരു ഗ്രേ കളറും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തിടാന്നുള്ള പ്ലാനിലാണ് ഞാൻ ഈ ഒരു കളർ തിരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെറ്റാക്കിയിട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്